ആപ്കി അദാലത്തിൽ ഭോജ്പൂരി പടങ്ങളുടെ സൂപ്പർ സ്റ്റാർ രവികൃഷ്ണന്റെ മേലുള്ള കുറ്റാരോപണം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം ലക്ഷ്യത്തിന് വേണ്ടി വളരെയധികം ബുദ്ധിമുട്ടുന്ന ആളാണ്. രവികൃഷ്ണൻ സാർ, ഞങ്ങൾക്ക് താങ്കളുടെ ചൈൽഡ്ഹുഡിനെ പറ്റി പല കാര്യങ്ങളും അറിയാം. ഏകദേശം 7-8 വയസ്സ് തൊട്ട് തെരുവിൽ ഏത് ജാഥ വന്നാലും അതിനു മുന്നിൽ ഡാൻസ് കളിക്കാൻ വേണ്ടി പോകുമെന്ന് കേട്ടു. ആ ഡാൻസ് കളിക്ക് ഒരു പരിധിയില്ലെന്നും കേട്ടു. രാംലീലയില് സീതയുടെ റോൾ താങ്കൾക്ക് ലഭിച്ചു. പക്ഷേ അമിതാഭ് ബച്ചൻ ആകണമെന്ന് താങ്കൾ സ്വപ്നം കണ്ടു. രജത് സാർ, നിങ്ങൾ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ തോണ്ടിയെടുത്തിട്ട് വന്നിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് ആർക്കും അറിയില്ല. അതെ, സംഗീതത്തിൽ എനിക്ക് അമ്മ ഭഗവതിയുടെ കരുണയുണ്ടായിരുന്നു. സംഗീതം, അതായത് മ്യൂസിക് കേട്ടാൽ തന്നെ എൻ്റെ കാല് താനേ ആടും. അത് എവിടെ നടന്നാലും, കല്യാണമാകട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവട്ടെ, ഞാൻ നാണിക്കൊന്നുമില്ല, ഇറങ്ങി ആടാൻ തുടങ്ങും. അവിടെ അങ്ങനെയൊക്കെ സംഭവിച്ചു. പിന്നെ രാംലീലയിൽ ആ കലകളും പുറത്തു വരാൻ തുടങ്ങിയ. പിന്നീട് രാംലീലയിൽ സീത റോൾ കിട്ടിയപ്പോൾ ഞാൻ എൻ്റെ അമ്മയുടെ സാരിയാണ് എടുത്തുകൊണ്ട് പോവുക. അച്ഛൻ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. അതായത് ഞാൻ ആ നാടകത്തിൽ ചെന്ന് ആട്ടക്കാരിയെ പോലെ കളിക്കാന്ന് പറഞ്ഞ് എന്നെ അച്ഛൻ ഒരുപാട് അടിച്ചിട്ടുണ്ട്. വീട്ടിലും അങ്ങനെ പറയാ. അച്ഛന് അപ്പോൾ അറിയില്ലായിരുന്നു ഈ ദേശം ആട്ടക്കാരിയാണ് സൂപ്പർ സ്റ്റാർ ആക്കാൻ പോകുന്നതെന്നുള്ള കാര്യം. ഞാൻ ഇത്രയും വലിയ ആക്ടറാവുമെന്ന് അച്ഛന് അറിയില്ലായിരുന്നു. ആംബീഷ്യസ്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. കാരണം ഞാൻ ജീവിച്ചതിനെ ഒരു ചെറിയ വീട്ടിലായിരുന്നു. ഞാനൊരു പാവപ്പെട്ട കുടുംബത്തിലെ ആളായിരുന്നു. എൻ്റെ അച്ഛൻ അമ്പലത്തിലെ നമ്പൂതിരിയും. അച്ഛൻ്റെ ആ പൊട്ടിപ്പോയ സൈക്കിളും കീറിപ്പോയ മുണ്ടും കണ്ടൊക്കെയാണ് ഞാൻ വളർന്നത്. അമ്മ പുതിയ സാരി കെട്ടി ഞാൻ കണ്ടിട്ടേയില്ല. അതുകൊണ്ട് അവർക്ക് വേണ്ടി ഒരു പുതിയ വീടും അമ്മയ്ക്ക് വേണ്ടി ഒരു പുതിയ സാരിയും വാങ്ങണമെന്ന് ഞാൻ വിചാരിച്ചു. അച്ഛന് പുതിയ മുണ്ട് വാങ്ങിക്കൊടുക്കാൻ, പുതിയ വീട് വാങ്ങാൻ വേണ്ടിയും പുതിയ സാരി വാങ്ങാൻ വേണ്ടിയും താങ്കൾ ദീവാറിൽ അഭിനയിച്ച അമിതാഭ് ബച്ചനെ പോലെ ആകണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അതെ 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 നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ്. എന്റെ കുടുംബത്തിന് ഒരു നല്ല ജീവിതം കൊടുക്കാൻ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാന്ന് തീരുമാനിച്ചു. റൗഡി ആകാനും തയ്യാറായിരുന്നു. അതെ അതെ, എന്ത് വേണമെങ്കിലും ചെയ്തിട്ടുണ്ടാവും. അപ്പൊ എന്റെ മൈൻഡ് മുഴുവനും ഒരേ ചിന്തയായിരുന്നു. ഞാൻ അവരെയാണ് എപ്പോഴും ദൈവമായി കരുതുന്നത്. ഞാൻ ദൈവത്തെ കണ്ടിട്ടില്ല. എന്റെ സ്വപ്നത്തിൽ ഞാൻ അവരെ അലങ്കരിച്ച് കാണണമെന്ന് വിചാരിച്ചു, ആ ഒരു അവസ്ഥ മാറ്റാൻ വേണ്ടി. പക്ഷെ മറ്റൊരു കാര്യവും ഞാൻ അറിഞ്ഞു, അമ്പലത്തിലേതോ മോഷണം നടത്തിയെന്ന്. അതെ 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 അതെ, ഞാൻ ദൈവത്തിന്റെ കുട്ടിയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഹനുമാന്റെ അമ്പലത്തിൽ ശനിയാഴ്ചയൊക്കെ ആയ കുറേ കാശൊക്കെ ഇടും. അവിടെ ഞാൻ അമ്പലം ചുറ്റി വരും. അവിടെ കോയിൻസ് ഒക്കെ ഒട്ടി വെച്ചിട്ടുണ്ടാവും. 10 പൈസ, 5 പൈസ, 20 പൈസ എല്ലാം ഒട്ടി വെച്ചിട്ടുണ്ടാവും. ആ സമയത്തൊക്കെ അതൊക്കെ വലിയ കാര്യമല്ലേ. അതുകൊണ്ട് ഓരോ റൗണ്ട് അടിക്കുമ്പോഴൊക്കെ ഒരു കോയിൻസ് ഞാൻ എടുത്തേക്കും. പിന്നെ ചുമരിൽ കുങ്കുമം ഒട്ടി വെച്ചിട്ടുണ്ടാവും, അതിലും കോയിൻസ് ഒട്ടി വെച്ചിട്ടുണ്ടാവും, അതും ഞാൻ എടുത്തേക്കും. അതോടൊപ്പം അച്ഛന്റെ കടയിൽ നിന്നും പണം താങ്കൾ മോഷ്ടിക്കുമെന്ന് അറിഞ്ഞു. അതെ അതെ, അച്ഛന്റെ പാൽ ഷോപ്പ് ഉണ്ടായിരുന്നു. ഞാൻ അവിടെയും കാശൊക്കെ മോഷ്ടിച്ചിട്ടുണ്ട്. അതിന് വല്ല അടിയും വല്ല കിട്ടിയോ? അതെ അതെ, നല്ല അടി കിട്ടും. എന്റെ അച്ഛൻ ലെതർ ബെൽറ്റാണ് വെച്ചിരുന്നത്. അതുകൊണ്ട് എന്റെ അച്ഛൻ നല്ല അടി അടിക്കും. ആ അടി വാങ്ങിയതുകൊണ്ടാണ് ഞാൻ നന്നായതെന്ന് വേണം പറയാൻ. രവികൃഷ്ണൻ സാർ ഒരു പൂജാരിയുടെ മകനാണ്, എന്നിട്ടും കള്ളം പറഞ്ഞു, മോഷ്ടിക്കുകയും ചെയ്തു. അതിനുശേഷം വളരെ നിശബ്ദമായി മുംബൈയിലേക്ക് സ്റ്റാർ ആകാൻ വേണ്ടി എത്തി. അങ്ങനെ വന്നതിന്റെ കാരണം, അന്ന് എന്റെ അച്ഛൻ എന്നെ നല്ലോണം വിട്ടടിച്ചു. സീത റോള് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എന്റെ അച്ഛന്റെ കയ്യിൽ നല്ലോണം കുടുങ്ങി. എന്റെ അച്ഛനാണെങ്കിൽ നല്ല ദേഷ്യം വരും. എന്നെ അടിച്ചൊരു വഴിയാക്കി എന്ന് വേണം പറയാൻ. അത് കണ്ട വിഷമത്തിൽ എൻ്റെ അമ്മ എനിക്കൊരു 500 രൂപ തന്നു. നീ ഇവിടെ തന്നെയാണെങ്കിൽ ജീവിക്കില്ല, ട്രെയിൻ കയറി എങ്ങോട്ടെങ്കിലും പോകാൻ പറഞ്ഞു. ഞാൻ എൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ഓടി വന്നത്. അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ എന്നെ അടിച്ച് കൊന്നിട്ടുണ്ടാകും. അപ്പൊ അന്ന് അടി കിട്ടിയത് നന്നായി അല്ലേ? അതെ അതെ, അന്ന് എന്നെ അച്ഛൻ അടിച്ചത് കറക്റ്റാണ്. അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ മുമ്പിലിരുന്ന് ഇങ്ങനെ സംസാരിക്കില്ലായിരുന്നു. താങ്കൾ ആദ്യമായി മുംബൈയിലേക്ക് വന്നെത്തിയപ്പോൾ താങ്കൾ മിഥുൻ ചക്രവർത്തിയെ പോലെ ആകണമെന്ന് ആഗ്രഹിച്ചെന്ന്. അതെ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. എനിക്കിപ്പോ നല്ല മുടിയുണ്ടായിരുന്നു. എല്ലാരും എന്നെ കാണുമ്പോൾ അച്ഛനെ പോലെയാണെന്ന് തന്നെ പറയും. ഞാൻ അപ്പോഴാണെങ്കിൽ ഒന്ന് ചെരിഞ്ഞാണ് നടക്കുക. ചെറിയ കാര്യം പോലും ഒച്ചരെ സംസാരിക്കൂ. അന്ന് എനിക്ക് തോന്നിയത് എനിക്കത്ര ഭംഗിയൊന്നുമില്ല. ഞാനും മിഥുൻ ചക്രവർത്തിയും ഒരേ രകമാണെന്ന് വിചാരിച്ചു. അതായത് ഇദ്ദേഹവും നമ്മളെപ്പോലെയാണ്. ഒരുപക്ഷെ ഞാൻ അദ്ദേഹത്തിന് ഫാനായി കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. ജോലി കിട്ടുന്നൊക്കെ വിചാരിച്ചു. ഇപ്പോൾ ജനങ്ങളുടെ ചിന്താപ്രകാരം അദ്ദേഹം ഒരു വലിയ സൂപ്പർ സ്റ്റാർ ആണ്. അങ്ങനെ അദ്ദേഹത്തെ കോപ്പി ചെയ്താൽ എങ്ങനെയാ ജോലി കിട്ടുക? എന്തെങ്കിലും വ്യത്യസ്തമായി ചെയ്യണമെന്ന് എല്ലാവരും പറഞ്ഞിരുന്നു. മിഥുൻ സാർ എന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടമാണ്. ഇപ്പോഴും എനിക്ക് വളരെ ഇഷ്ടമാണ്. വൺ ഓഫ് ദി ഫൈനസ്റ്റ് ആക്ടർ വി ഹാവ്. ഡിസ്കോ ഡാൻസർ, അത് മാത്രമല്ല അദ്ദേഹത്തിന്റെ എല്ലാ സിനിമയും ഞാൻ
കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇത് നന്നായി അറിയാം. ഞാനും അവരും നല്ലൊരു ഫ്രണ്ട്സ് ആയിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിനെ പോലെ ഒരു ആക്ടറെ കാണാൻ പറ്റിയില്ല. താങ്കൾക്ക് എങ്ങനെയാണ് റോൾസ് ഒക്കെ കിട്ടാൻ തുടങ്ങിയത്? അത് എങ്ങനെയാ കിട്ടിയെന്ന് വെച്ചാൽ, ഇമ്രാൻ ഖാലിദ് എന്ന ഒരു ഡയറക്ടർ ഉണ്ടായിരുന്നു. അതായത് അദ്ദേഹം ഷെട്ടി മാസ്റ്റർ എന്ന് പറയുന്ന ഡയറക്ടറിന്റെ മകനാണ്. അദ്ദേഹം ഒരു പഴയ വില്ലനാണ്. അദ്ദേഹത്തിന്റെ മകൻ റിതേഷ് ഷെട്ടി. അദ്ദേഹം പറഞ്ഞു, പീതാംബരൻ എന്നൊരു പടമുണ്ട്, ഞങ്ങൾ ആ പടം എടുക്കാൻ പോവുകയാണ്, എന്നോടും ഒരു ക്യാരക്ടർ ചെയ്യാൻ പറഞ്ഞു. ഞാനും ചെയ്തു, പക്ഷേ പടം വളരെ ഫ്ലോപ്പായി. പിന്നീട് ഞാനും ഒരുപാട് പടങ്ങളൊക്കെ ചെയ്തു, പക്ഷേ എല്ലാ പടങ്ങളും ഫ്ലോപ്പായി. ഞാനപ്പോൾ പാന്ത്രയിലായിരുന്നു. ഒരു 10-12 റൂമിലായിരുന്നു സ്റ്റേ ചെയ്തിരുന്നത്. അവിടെ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ വളരെയധികം കഷ്ടത്തിലായിരുന്നു. പക്ഷേ പടം ചെയ്യണമെന്നൊരു ലക്ഷ്യമുണ്ടായിരുന്നു. അതിനുശേഷം എനിക്ക് കജോലിനോടൊപ്പം ഉദാർ ഹി സിന്ദഗി എന്ന പടം ചെയ്യാനുള്ള ഒരു ചാൻസ് കിട്ടി. അതിൽ മോഷ്മി ചാറ്റർജിയും അഭിനയിച്ചിരുന്നു. എൻ്റെ ഗുരു എനിക്ക് കന്നഡ പടങ്ങളാണ് ഒരുപാട് തന്നത്. അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് ഒരുപാട് പഠിച്ചു. അവിടെ നിന്നാണ് ഇതൊക്കെ തുടങ്ങിയത്. ആ പടങ്ങളും ശരിക്കും ഓടിയിട്ടില്ല. പിന്നെ ഒരു ആർമി സിനിമ ഒന്ന് കിട്ടി. അതിൽ ഷാറുഖ് ഖാൻ, ശ്രീദേവിയൊക്കെ അഭിനയിച്ചിരുന്നു. ആ പടവും ഓടിയിട്ടില്ല. പിന്നീട് മിഥുൻ ചവാനോടൊപ്പം ഒരു പടം അഭിനയിച്ചു. എനിക്കപ്പോൾ ഒരുപാട് സ്ട്രഗ്ലിംഗ് ആയിരുന്നു. ഈ പ്രൊഡ്യൂസേഴ്സും ശരിക്കുള്ള കാശൊക്കെ തരില്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ അവർ എങ്ങനെ തരാന്ന് പക്ഷേ ജോലി മാത്രം എന്നോട് കാശ് വേണോ അല്ലെങ്കിൽ ജോലി വേണോ ചോദിക്കും. ഒരുപക്ഷെ കാശില്ലെങ്കിൽ ജോലിയില്ലെന്ന് പറയും. അപ്പം ഞാൻ പറയും, ജോലി തരൂ, കാശ് വേണ്ട എന്ന്. അറ്റ്ലീസ്റ്റ് വന്നു പോകാനെങ്കിലും കൺവിൻസെങ്കിലും തരുമെന്ന് പറഞ്ഞ് അതിനോട് ചോദിച്ചിട്ടുണ്ട്. ഇതുപോലെ ഞാൻ എന്ത് വേണമെങ്കിലും നടക്കട്ടെ, പക്ഷെ ജോലി മാത്രം തരാൻ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ എപ്പോഴാണ് താങ്കൾക്ക് ജനങ്ങൾ താങ്കളുടെ അഭിനയം അംഗീകരിക്കാൻ തുടങ്ങിയതായിട്ട് തോന്നിയത്? അതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റുമോ? സതീഷ് കൗശിക് പറഞ്ഞ എന്നൊരാളുണ്ട്. അദ്ദേഹം ഇപ്പം മരിച്ചു. പക്ഷേ അദ്ദേഹമാണ് തേരണം എന്ന പടത്തിന് വേണ്ടി എന്നെ വിളിച്ചത്. നിങ്ങളുടെ ഷോർട്ടിൽ തന്നെ അത് വന്നു. കാരണം സൽമാൻ ഖാന്റെ പടമാണ്. ഞാൻ ആ പടത്തിൽ പണ്ഡിറ്റ് റോൾ ചെയ്തിരുന്നു. അതിലെനിക്ക് ബെസ്റ്റ് സപ്പോർട്ടിംഗ് ക്യാരക്ടർ പ്ലസ് നാഷണൽ അവാർഡ് നോമിനേഷനിൽ വന്നിരുന്നു. അതിനുശേഷം ജനങ്ങൾ എന്നെ ആരാണെന്ന് തിരിച്ചറിയാൻ തുടങ്ങി. എന്നിട്ടും എനിക്ക് ഒരു നല്ല ജോലി കിട്ടിയില്ല. അതിനുശേഷം ഞാൻ ഒരുപാട് സിനിമകൾ അഭിനയിച്ചു. എന്നിട്ട് പിന്നെ എനിക്ക് തോന്നിയത് ഹിന്ദിയിൽ എനിക്ക് സെറ്റാവില്ല. പിന്നെ ഇവിടെ ഒരുപാട് പേരുണ്ട്, എല്ലാവരും ഹിന്ദിക്കാരാണ്. പിന്നീട് ഞാനിവിടെ ഒരുപാട് കഷ്ടങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഇതൊക്കെ മറക്കാൻ വേണ്ടി ഞാൻ ശുക്ല എന്ന സർനെയിം പോലും അതിന് എടുത്തു. അതിനുശേഷം താങ്കൾ കാസ്റ്റിംഗ് കൗച്ച് പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്തതായിട്ടും കേട്ടു. അതെ രജത് സാർ, അപ്പപ്പോ ഇതുപോലെയൊക്കെ സംഭവിക്കില്ലേ. ഞാനിപ്പോൾ അവിടുന്ന് ഓടി വന്നു, വളരെ സേഫ്റ്റി ആയി എത്തി. അവിടെ ഞാൻ കുടുങ്ങിയിട്ടില്ല. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ ചില കാര്യങ്ങൾ ന്യായമായ രീതിയിലും ചെയ്യണം. കാരണം എൻ്റെ അച്ഛനെന്നെ പഠിപ്പിച്ചതും അങ്ങനെയാണ്, നല്ല വഴിയിൽ പോകണമെന്ന്. അപ്പോഴാണ് ഒരു ഉറച്ച തീരുമാനമുണ്ടായത്, ഷോർട്ട് കട്ട്സിൽ പോകാൻ പാടില്ല എന്ന്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഷോർട്ട് കട്ടിനെ കുറിച്ച് ഒരിക്കലും ആലോചിച്ചിട്ടേയില്ല. ഞാൻ ഷോർട്ട് കട്ടിൽ പോകാൻ പാടില്ലെന്ന് തീരുമാനിച്ചു. ഞാൻ ടാലന്റ് ആണെങ്കിൽ നന്നായി അറിയാം. എൻ്റെ ജീവിതത്തിൽ നടന്നത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ആക്ടേഴ്സായി. അക്ഷയ് കുമാർ അപ്പോഴാണ് വന്നത്, അജയ് ദേവഗൻ അപ്പോഴാണ് വന്നത്. 90s എൻ്റെ കൂടെ കുറേ പേരുണ്ടായിരുന്നു. ഇപ്പോൾ അവരും സ്റ്റാറായി. പക്ഷേ എനിക്കും ഒരു ദിവസം കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചു. സൂര്യൻ ഒരു ദിവസം എനിക്ക് വേണ്ടി ഉദിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ പോസിറ്റീവ് ചിന്തിക്കുന്ന ഒരാളാണ്. അത് മാത്രമല്ല രജത് സാർ, അതേപോലെ നടന്നു. പക്ഷേ ഒരുപാട് പ്രശ്നങ്ങൾ. താങ്കൾ പൂർണ്ണമായും പറഞ്ഞിട്ടില്ല. അവരാരാണ്? അതറിയാൻ നിങ്ങൾക്ക് അധികം താല്പര്യമുണ്ടല്ലേ? അത് പിന്നെ രജത് സാർ, അത് ജീവിതത്തിൽ നമ്മൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എല്ലാം നടക്കും. നിങ്ങളുടെ ജീവിതത്തിലും ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ടാകും. ഇനി നടക്കും, അല്ലെങ്കിൽ നടക്കാതെയും ഇരിക്കാം. നമ്മളെല്ലാവരും മനുഷ്യരല്ലേ. ബട്ട് എന്നെ കൊണ്ട് പേരൊന്നും പറയാൻ പറ്റില്ല. കാരണം അവരൊക്കെ വലിയ ഫേമിലുള്ള ആൾക്കാരാണ്, വലിയ വലിയ സെലിബ്രിറ്റീസാണ്. നല്ല കാലം ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ടു, അവിടുന്ന് എസ്കേപ്പായെന്ന് വേണം പറയാൻ. അതായത് ഞാൻ തീരുമാനിച്ചത് എനിക്ക് സിനിമ എന്നെ വേണ്ട എന്നാണ്. എന്നെ അവർ വിളിച്ചു കോഫി കുടിക്കാൻ. പക്ഷെ ഞാൻ പറഞ്ഞു കോഫി ഡേ ടൈമിലല്ലേ കുടിക്കുക എന്ന്. സോ ഞാൻ അവിടുന്ന് പുറപ്പെട്ടു. ഞാൻ അവിടെ കുടുങ്ങിയില്ല. അപ്പോൾ രഹസ്യങ്ങൾ പുറത്തു വരുന്നത് കൊണ്ട് ഒരു കാര്യം താങ്കൾ പറയുക, അതായത് താങ്കളെ കണ്ടോണ്ട് അല്ലെങ്കിൽ താങ്കളുടെ ശരീരം കണ്ടോണ്ട് ജിഗിലു ആകാനുള്ള ഓഫർ കിട്ടിയെന്ന് കേട്ടു. അത് പിന്നെ ഹേ റാം, ദയവേത് എന്നോടൊന്നും ചോദിക്കല്ലേ. ഇപ്പൊ എന്റെ പൊസിഷൻ മാറി. ലൈഫിൽ ഇതുപോലെ ഒരുപാട് ഓഫറുകളൊക്കെ വന്നുകൊണ്ടിരുന്നിരുന്നു. സ്ട്രഗിൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ കുറെ എണ്ണം കാണേണ്ടി വരും. എല്ലാവരും ഇതിൽ പെട്ടുകഴിഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. ഞാൻ എല്ലാവരുടെ അടുത്തും ഒറ്റൊരു കാര്യം മാത്രമേ റിക്വസ്റ്റ് ചെയ്യുള്ളൂ, എല്ലാവരും ജീവിതത്തിൽ കഷ്ടപ്പെടുമ്പോൾ എവിടെയും ചെന്ന് പെട്ടുപോകരുത്. ആത്മവിശ്വാസം എപ്പോഴും വേണം. എനിക്ക് എന്നോട് നല്ല വിശ്വാസമുണ്ടായിരുന്നു. ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടി ഞാൻ എവിടെയും കോംപ്രമൈസ് ചെയ്തിട്ടേയില്ല. ചാൻസിന് വേണ്ടി ഞാൻ ആരോടും കെഞ്ചിയിട്ടേയില്ല. അതുകൊണ്ടാണ് ഈ ദേശം മുഴുവൻ എന്നോട് സ്നേഹം കാണിക്കുന്നത്, ഈ ലോകവും എന്നെ രവികൃഷ്ണനായി കാണുന്നത്. നന്ദി. രവികൃഷ്ണൻ സാർ, താങ്കളെ പല രീതിയിലും തെറ്റായ മാർഗത്തിലേക്ക് കൊണ്ടുപോകാൻ പലരും ശ്രമിച്ചെന്ന് ഞാൻ കേട്ടു. പക്ഷേ താങ്കൾ അങ്ങനെയുള്ള വഴികളിലൊന്നും പോയില്ല. അതുകൊണ്ട് ഇന്ന് താങ്കൾ ഈ സ്ഥിതിയിൽ എത്തിയിരിക്കുകയാണ്. എങ്ങനെ ഇത് സാധ്യമായി?
സയ അമർ എന്ന ഒരു പടമുണ്ടായിരുന്നു. മോഹൻ സാറും പ്രസാദ് സാറുമാണ് എനിക്കത് ഓഫർ ചെയ്തത്. ആ സമയത്ത് ഞാൻ ആ സിനിമ ചെയ്തു. പിന്നീട് കോൾ ചെയ്ത് ചോദിക്കുമ്പോ ഭോജ്പൂരി സിനിമയാണെന്ന് പറഞ്ഞു. ആ സിനിമയൊക്കെ ആരാ കാണുകയെന്ന് ചോദിച്ചു. അപ്പൊ ഭോജ്പൂരി ഇൻഡസ്ട്രിയൊക്കെ അടച്ചു. ഞാൻ ആകെ കൺഫ്യൂസ്ഡ് ആയി. ഞാൻ അപ്പൊ തന്നെ അമ്മയെ വിളിച്ചു. എന്റെ നാട്ടിലുള്ള ഒരു നമ്പറിലേക്കാണ് വിളിച്ചത്. അമ്മയെ കേൾക്കുന്നുണ്ടോ? ഒരു സിനിമ ഉണ്ട്, ഭോജ്പൂരി സിനിമയാണ്, 75,000 തരുമെന്ന് പറഞ്ഞു. ഞാൻ ചെയ്യണോ വേണ്ടെന്ന് ചോദിച്ചു. അപ്പോ അമ്മ എന്നോട് പറഞ്ഞു. ഞാനപ്പോ അമ്മയോട് ചോദിച്ചു, ഭോജ്പൂരി സിനിമയൊക്കെ ചെയ്യുവാണെങ്കിൽ ഇന്ത്യയിൽ എന്നെ ആരാ നോക്കുകയെന്ന് ചോദിച്ചു ഞാൻ. അപ്പോ അമ്മ എന്നോട് പറഞ്ഞു, സാരല്ല മോനെ, ഗ്രാമത്തിലെ ജനങ്ങൾ കാണുമെന്ന് പറഞ്ഞു. ആരും കണ്ടില്ലെങ്കിലും ഗ്രാമത്തിലെ ജനങ്ങൾ ഇരുന്ന് കാണും. ഭോജ്പൂരി മനസ്സിലാവില്ലേ? വരെ വാ. എല്ലാരും ഹർ ഹർ എന്ന് പറയോ, 2 കൈ ഉയർത്തി പറയോ. നമ്മ പാർവതി പതേ ഹറ ഹറ. ആ അതന്നെ. അപ്പോ അമ്മ എന്നോട് പറഞ്ഞത് ഗ്രാമത്തിലുള്ളവരൊക്കെ കാണുമെന്ന്. പിന്നീട് ഞാൻ ആ സിനിമ ചെയ്തു. പിന്നെ രജത് സാർ, അത് എല്ലാം ശിവന്റെ അനുഗ്രഹമാണ്. പിന്നീട് ആ സിനിമ ഒരു വലിയ ഹിറ്റായി. അന്ന് മുതൽ സൂപ്പർ സ്റ്റാർ എന്ന എന്റെ യാത്ര ആരംഭിച്ചു. പിന്നെ എന്റെ ഭോജ്പൂരി പടത്തിന് വേണ്ടി എനിക്ക് നാഷണൽ അവാർഡ് തന്നെ കിട്ടി. ഭോജ്പൂരി സിനിമയ്ക്ക് ആദ്യമായിട്ടാണ് അതുപോലത്തെ ഒരു അവാർഡ് കിട്ടിയത്. പിന്നെ രജത് സാർ ഭോജ്പൂരി ഭാഷയിലും നല്ല സിനിമകളുണ്ടെന്ന് എനിക്ക് എല്ലാവരെയും കാണിക്കാൻ പറ്റി. അത് മാത്രമല്ല, ഈ സിനിമ മുഖേന എനിക്ക് നാഷണൽ അവാർഡും കിട്ടി. ഉദിത് നാരായണൻ സാറാണ് ആ പടം പ്രൊഡ്യൂസ് ചെയ്തത്. അതിനുശേഷം ഒരുപാട് സിനിമകൾ ഉണ്ടായി. പണ്ഡിറ്റ് സാർ ഒരു സിനിമ ചെയ്തു, അതും ഭയങ്കര ഹിറ്റായി. അതിനുശേഷം വേറൊരു 2 പടം മുഖേന മനോജ് തിവാരി സാർ വന്നു. അതിനുശേഷം ഭോജ്പൂരി ഇൻഡസ്ട്രി ഒരു നല്ല ഉയരത്തിലേക്ക് എത്തി. എത്രത്തോളം ഉയരങ്ങളിൽ പോയി എന്നുള്ള കാര്യം ഈ ക്ലിപ്പുകളിൽ തന്നെ ഞങ്ങൾ കണ്ടു. ജീവിതത്തിൽ എല്ലാ സന്തോഷങ്ങളും ഉണ്ടാവണ്ടേ സാർ. പക്ഷേ താങ്കളുടെ അച്ഛൻ ഈ ഇൻഡസ്ട്രിയിലേക്ക് താങ്കൾ വരാൻ പാടില്ലെന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഇതുപോലെ താങ്കൾ സക്സസ് ആയതിനു ശേഷം അദ്ദേഹം അതൊക്കെ കണ്ടോ? എന്റെ ഉയർച്ച കണ്ടതിന് ശേഷം എന്റെ അച്ഛന്റെ കഷ്ടങ്ങളെല്ലാം മാഞ്ഞുപോയി. ലോണിലുണ്ടായിരുന്ന വീടും ഞങ്ങൾ തിരിച്ചെടുത്തു. പിന്നീട് ആ ചെറിയ വീട് വലിയ ബംഗ്ലാവായി മാറി. വണ്ടി വന്നു, നല്ല ഡ്രസ്സസ് വന്നു, നാട്ടുകാരെല്ലാം കാണാൻ വന്നു, നല്ല ബഹുമാനം കിട്ടി. കടം മുഴുവനും ഇല്ലാതെയായി. അനിയൻ, അനിയത്തി എല്ലാവർക്കും കല്യാണം കഴിഞ്ഞു. എല്ലാവർക്കും നല്ല വീടുകൾ കിട്ടി. രാത്രിയും പകലും ഞാൻ പെട്ട കഷ്ടങ്ങൾക്ക് എല്ലാം അതിന് പകരം ഒരു വലിയ കുടുംബം തന്നെ സെറ്റിലായി. താങ്കൾ എപ്പോഴെങ്കിലും താങ്കളുടെ അച്ഛന് താങ്കളുടെ സിനിമകൾ ഇട്ട് കാണിച്ചിട്ടുണ്ടോ? അതായത് ഈ പടം ജീന ഏക് ദോ ടോട്ടൽ. അതെ, ജീന ഏക് ദോ ടോട്ടൽ എന്നൊരു സിനിമയുണ്ടായിരുന്നു. ഞാൻ ആ സിനിമയെ അച്ഛനെ കാണിച്ചു. പക്ഷെ അദ്ദേഹം എന്നെ കണ്ട് വളരെ അത്ഭുതപ്പെട്ടു. ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരുന്നു. അത് മാത്രല്ല, ഇവൻ എന്റെ മകനോടൊന്ന് എല്ലാവരോടും ചോദിച്ചു അത്രേ. അദ്ദേഹം വിചാരിച്ചത് അദ്ദേഹം ഒരു നമ്പൂതിരിയാണ്, എന്റെ വീട്ടിൽ ഇതുപോലത്തെ ഒരു ഹീറോയാണെന്നോ എന്ന് വിചാരിച്ചു കാണും. അദ്ദേഹം എന്നെ വളരെ അത്ഭുതത്തോടു കൂടിയാണ് നോക്കിക്കൊണ്ടിരുന്നത്. തനിക്ക് ദൈവം തന്നെ വന്ന് ജനിച്ചു എന്ന് വിചാരിച്ചു. പിന്നീട് അദ്ദേഹം പോയി. അദ്ദേഹം എന്റെ ഗുരുവാണ് സാറേ. ഒരുപക്ഷെ എന്റെ ജീവിതത്തിൽ ഗുരു എന്നൊരാളുണ്ടെങ്കിൽ ഞാൻ ഗുരുവെന്ന് വിചാരിക്കുന്നത് എന്റെ അച്ഛനെ മാത്രമാണ്. അദ്ദേഹം വലിയൊരു ജ്ഞാനിയാണ്. അല്ലല്ല, അദ്ദേഹം സിനിമ കാണുന്ന സമയത്ത് എന്റെ മകൻ എന്തുകൊണ്ടാണ് ഇത്രയും തെറ്റായിട്ട് സംസാരിക്കുന്നതെന്ന് അദ്ദേഹം ചോദിച്ചോ? 452 മോശം വാക്കുകളുണ്ട്. ഏത് സിനിമയാ? 452 ഉണ്ടാകും, പറഞ്ഞിട്ടുണ്ടാവും ഏതെങ്കിലും ഒരു സിനിമയില്. അത് പിന്നെ സാർ, അന്നൊന്നും രാഷ്ട്രീയക്കാരനല്ല. ഞാനന്ന് വെറും ആർട്ടിസ്റ്റ് മാത്രമായിരുന്നു. അന്ന് ഞാൻ ചെയ്തിരുന്നു. പക്ഷേ ഇപ്പൊ ഞാൻ എല്ലാം അവോയ്ഡ് ചെയ്തു. ഇപ്പൊ ഞാൻ അതിന് പകരം ആൾട്ടർനേറ്റീവ് വേർഡ്സ് ആണ് ഉപയോഗിക്കുന്നത്. അതിന് പകരം ഇത്. അതിനു മുമ്പൊക്കെ ഞാൻ വളരെ ഫയർ ആയിരുന്നു. ജീവിതത്തിൽ ജോലി കിട്ടാതെ നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ആരെങ്കിലും എന്നെ അത് ഇത് ചെയ്യുന്ന എന്ത് പറഞ്ഞാലും ശരി, ജീവനോടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചു. കുറെ പേരുടെ ജീവിതം ഞാൻ രക്ഷിക്കാനും ശ്രമിച്ചു. അതുകൊണ്ട് ഞാൻ അവർ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യുമായിരുന്നു. കാരണം എൻ്റെ അടുത്ത് അപ്പോൾ വേറെ വഴിയില്ല. ഇപ്പോ എനിക്ക് എല്ലാം കിട്ടി, പക്ഷേ എനിക്ക് വയസ്സുമായി. പിള്ളേരെല്ലാം വലുതായി, അവർക്കെല്ലാം മനസ്സിലാവുന്നതുകൊണ്ട് ഹീറോയ്ക്കൊന്ന് ചില പ്രധാനപ്പെട്ട കടമകളുണ്ട്. അത് നമ്മൾ വേണം നോക്കാൻ. സമൂഹത്തിനും നമ്മൾ ഉത്തരം പറയണം. ഹീറോ അവനായി ഒരു വഴി ഉണ്ടാക്കണം. ഹീറോ ഷുഡ് നോട്ട് ഡു ദിസ്, ഹീറോ ഷുഡ് നോട്ട് ഡു ദാറ്റ്, ബിക്കോസ് ഹീ ഈസ് എ ഹീറോ. ഹീറോയ്ക്കൊന്നൊരു തനി ബഹുമാനമുണ്ട്. ഞാനത് ഇപ്പോഴാണ് തിരിച്ചറിയുന്നത്. അതിനെ വളരെ ചിന്തയോടു കൂടിയും വളരെ കരുത്തോടു കൂടിയും വേണം കൊണ്ടുപോകാൻ. ഇപ്പോഴൊക്കെ ഒരുപാട് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഇപ്പോഴൊക്കെ ഞാൻ വളരെ നിശബ്ദനാണ്. പറഞ്ഞാലും താങ്കളെ കണ്ടാൽ അങ്ങനെ തോന്നില്ല. നിങ്ങൾ എന്നും പുതുതായി വിടർന്നൊരു പൂ പോലെയാണ് നിൽക്കുന്നത്. അതായത് ഈ യുവത്വം ഒരിക്കലും നിങ്ങളെ വിട്ടു പോകുന്നില്ല. ഈ യൂത്ത്ഫുൾനെസിന്റെ രഹസ്യം എന്താണെന്ന് പറയാമോ? നിങ്ങളുടെ ചോദ്യം ഒരു നല്ല ചോദ്യം തന്നെയാണ്.
ആദ്യം ഞാനൊരു വെജിറ്റേറിയനാണ്. ഞാൻ 1.5 മണിക്കൂർ എക്സസൈസ് ചെയ്യും. ഞാനൊരു ശിവന്റെ ഭക്തനാണ്. തെറ്റാതെ പൂജയും ചെയ്യും. ഞാൻ വളരെ കൺട്രോൾഡ് ആയിരിക്കും. എല്ലാവരെ പോലെയും നിങ്ങളുടെ അടുത്തും ഒരു ബിസിനസ് ഉണ്ടാകും. പക്ഷേ എൻ്റെ അടുത്ത് ഒരു ബിസിനസ്സും ഇല്ല. ഞാൻ തന്നെ ബിസിനസ്സാണ്. ഞാൻ തന്നെ ഒരു ഇൻഡസ്ട്രിയാണ്. അതോടൊപ്പം ഒരുപാട് പ്രൊഡ്യൂസേഴ്സിൻ്റെ പല 100 കോടികൾ എൻ്റെ മുഖത്തിലാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 300-400 കോടിയിൽ ഉണ്ടാകുന്ന സിനിമകൾ, വെബ് സീരീസ്, നെറ്റ്ഫ്ലിക്സിൽ അക്ഷയ് കുമാർ സാറിനോടൊപ്പം ഒരു പടം ചെയ്യുന്നുണ്ട്. എല്ലാം വലിയ വലിയ സിനിമകളാണ്. ഇപ്പോഴും എൻ്റെ മുഖത്തിന് വേണ്ടി 300-400 കോടി ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ വളരെ കരുതലോട് കൂടി വേണം നടക്കാൻ. ഞാൻ കാരണം പ്രൊഡ്യൂസർ നഷ്ടപ്പെടാൻ പാടില്ല. അതേപോലെ നിങ്ങളെപ്പോലെയുള്ള ഫാൻസും നിങ്ങളുടെ സ്നേഹം കൊണ്ടാണ് എന്നെ ഇതുവരെ കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇതൊക്കെ ചെയ്തേ പറ്റൂ. ഞാനൊരു കാര്യം കേട്ടിരുന്നു. അതായത് എന്റെ ശരീരം എന്റെ ഷോറൂമാണെന്ന് താങ്കൾ പറഞ്ഞതായിട്ട് കേട്ടു. അതെ അതെ, ഇത് എൻ്റെ ഷോറൂമാണ്. നിങ്ങളെല്ലാവരും ഇതേപോലെ നിങ്ങളുടെ ദേഹത്തെ ഫിറ്റായി വെക്കണം. എല്ലാവരെയും കാണാൻ നല്ല രസമുണ്ട്. ഫിറ്റ്നസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ജീവിതത്തിൽ ഹെൽത്താണ് ഇമ്പോർട്ടൻറ്റ്. കാശ് വരും പോകും, എല്ലാം വരും പോകും. പക്ഷെ ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ തീർച്ചയായിട്ടും ഒരു ബ്രേക്കിന്റെ ആവശ്യമുണ്ട്. രജത് സാറിനെ പ്രോത്സാഹിപ്പിച്ചേ പറ്റൂ. ഒരു കയ്യടി കൊടുത്തേ പറ്റൂ.